നമസ്കാരം. സംസ്ഥാനത്ത് വീണ്ടും ട്രെയിൻ അട്ടിമറി ശ്രമം. പാലക്കാട്ട് ഇന്നലെ റെയിൽപാളത്തിൽ നിന്നും ഇരുമ്പ് ക്ലിപ്പുകൾ കണ്ടെത്തി. ഒറ്റപ്പാലം ലക്കിടി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ മായന്നൂർ മേൽപ്പാലത്തിന് സമീപം 5 ഇടങ്ങളിൽ നിന്നാണ് ക്ലിപ്പുകൾ കണ്ടെത്തിയത്. ഉറപ്പുള്ള ഇരുമ്പായതിനാൽ അപകട സാധ്യതയുണ്ടായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. സംഭവത്തിൽ RPFും ഒറ്റപ്പാലം പോലീസും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇരുമ്പ് കഷ്ണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് വിജനമായ പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ അട്ടിമറി ശ്രമമാണെന്ന് ഏതാണ്ട് ഉറപ്പിക്കുകയാണ് റെയിൽവേ സുരക്ഷാ സേനയും പോലീസും. പാലക്കാട് ഭാഗത്തേക്ക് കടന്നുപോയ മെമുവിലെ ലോക്കോ പൈലറ്റാണ് പാളത്തിൽ അസ്വാഭാവികത അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് പാളത്തെയും കോൺക്രീറ്റ് സ്ലീപ്പറിനെയും ബന്ധിപ്പിക്കുന്ന 5 ER ക്ലിപ്പുകൾ കണ്ടെത്തിയത്. നിർദ്ദിഷ്ട സ്ഥാനത്ത് നിന്നും ER ക്ലിപ്പുകൾ ഇളക്കി മാറ്റി പാളത്തിന് മുകളിൽ വെക്കുകയായിരുന്നു എന്നാണ് സൂചന. സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ റെയിൽവേ സുരക്ഷാ സേനയും പോലീസും ആരംഭിച്ചു കഴിഞ്ഞു. മേഖലയിൽ സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തേക്കുള്ള നിരവധി ട്രെയിനുകൾ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട പാതയിലാണ് അട്ടിമറി ശ്രമം നടന്നിരിക്കുന്നത്. കേരളത്തിൽ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചു വരികയാണ്. ചുരുക്കം ചില സംഭവങ്ങളിൽ മാത്രമാണ് പ്രതികൾ പിടിയിലായിട്ടുള്ളത്. സംസ്ഥാനത്ത് സജീവമാകുന്ന മാവോയിസ്റ്റ് സംഘങ്ങളെയും ഇസ്ലാമിക തീവ്രവാദ സ്ലീപ്പർ സെല്ലുകളെയും പോലീസ് സംശയിക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം സംസ്ഥാനത്ത് പ്രത്യേക സുരക്ഷാ സാഹചര്യമാണുള്ളത്. തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടരായ ചെറു സംഘങ്ങൾ നേരത്തെയും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ആക്രമണത്തിന് ശ്രമിച്ച് പിടിയിലായിട്ടുണ്ട്. അത്തരം സംഘങ്ങൾ ഈ അട്ടിമറി ശ്രമത്തിന് പിന്നിലുണ്ടോ എന്ന സംശയത്തിലാണ് അധികൃതർ. കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് ഭീകരവാദം രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. മാവോയിസ്റ്റ് ബാധിതമായ സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചുവപ്പ് ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുകയാണ്. നിരവധി ഉന്നത മാവോയിസ്റ്റ് നേതാക്കൾ ഇതിനോടകം ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. നൂറുകണക്കിന് ഭീകരർ അധികൃതർക്ക് മുന്നിൽ ആയുധം വെച്ചു കീഴടങ്ങി. 2027 രാജ്യത്തെ ചുവപ്പ് ഭീകരതയിൽ നിന്ന് മുക്തമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ചെറു സംഘങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ആക്രമണങ്ങൾക്ക് ശ്രമിച്ചേക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ റെയിൽ അട്ടിമറി ശ്രമങ്ങൾ നടക്കുന്നത്. 2 ആഴ്ച മുൻപ് കണ്ണൂർ വളപട്ടണം സ്റ്റേഷന് സമീപം പാസഞ്ചർ ട്രെയിൻ പാളത്തിൽ വെച്ചിരുന്ന അജ്ഞാത വസ്തുവിൽ ഇടിച്ചതായും വലിയ ശബ്ദം കേട്ടതായും ലോക്കോ പൈലറ്റ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ അന്വേഷണവും എങ്ങും എത്തിയിട്ടില്ല എന്നാണ് സൂചന. ഫെബ്രുവരിയിൽ കൊല്ലത്ത് പാലരുവി എക്സ്പ്രസ് കടന്നു പോകുന്നതിന് തൊട്ടു മുൻപ് ടെലിഫോൺ പോസ്റ്റ് പാളത്തിൽ വെച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അന്വേഷണത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. NIA അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഇവരെ ചോദ്യം ചെയ്തെങ്കിലും അട്ടിമറി ശ്രമം തള്ളുകയായിരുന്നു. ടെലിഫോൺ പോസ്റ്റിലെ കാസയൻ മുറിച്ചു കടത്താനായാണ് പാളത്തിൽ പ്രതികൾ കൊണ്ടുവച്ചതെന്നാണ് പോലീസ് റിപ്പോർട്ട്. വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകൾക്കെതിരെ നിരന്തരം കല്ലേറും നടക്കുന്നുണ്ട്. പാലക്കാട് ഇരുമ്പ് ക്ലിപ്പുകൾ ഇളക്കി വെച്ച കേസിലും കേന്ദ്ര ഏജൻസികളുടെ പ്രാഥമിക അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചന. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.